യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. മോളുടെ അമ്മ കരയുന്നത് കേട്ടില്ല എന്ന് തോന്നുന്നു. അതല്ലേ എടുക്കാത്തത്? നമുക്കൊന്ന് നടക്കാൻ പോയിട്ട് വരാം. ഇപ്പൊ വരാമേ, ഇപ്പൊ വരാം. മോള് നല്ല കരച്ചിലായിരുന്നു. ഞാൻ ഇപ്പൊ കൊണ്ടുവരാമേ. അയ്യോയ്യോ, കരയില്ലേടാ. കുറച്ചു നാളത്തേക്ക് എല്ലാം സഹിച്ചേ പറ്റൂ. പതുക്കെ പതുക്കെ എല്ലാം മറന്നുപോയിക്കോളൂ. എന്റെ പ്രാണനുള്ളിടത്തോളം ഈ തിരിച്ചടികളൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ലമ്മേ. മറക്കുമെന്ന് അമ്മ പറഞ്ഞത് ഓർമ്മകളുടെ വേട്ടയാടൽ ഇല്ലാതാകുമെന്ന് മാത്രം. തിരിച്ചടികൾ മറക്കരുത്. അത് ജീവിതത്തിന്റെ പാഠമായിരിക്കണം. ഇപ്പൊ ഓർക്കുമ്പോ സങ്കടമല്ല എനിക്ക്. കണ്ണീന്ന് ഒരു തുള്ളി കണ്ണുനീര് വരുന്നില്ല. ഒരുതരം മരവിപ്പ. എല്ലാം എന്റെ എടുത്തുചാട്ടത്തിന്റെ ഫലമാ അല്ലേ? കരച്ചില് പിടിച്ചു നിർത്തരുത്. കരയണമെന്ന് തോന്നുമ്പോ കരയണം, പെയ്തൊഴിയണം. എന്നാലേ മനസ്സിന്റെ ഭാരം കുറയൂ. ഓരോന്ന് ആലോചിക്കുമ്പോ ഭാരം കൂടുന്നതേ ഉള്ളൂ. എന്തൊക്കെയായിരുന്നു സ്വപ്നങ്ങൾ. നമ്മുടെ വലിയ വീട്ടിൽ വളരുന്ന എന്റെ കുഞ്ഞ്, വീട് നിറയെ കളിപ്പാട്ടങ്ങൾ, എല്ലാം ഒറ്റയടിക്കില്ലാതായില്ലേ? ഇപ്പോ ഏതോ ഒരു വീട്ടിലെ അഭയാർത്ഥിയെ പോലെ. ഇനി എത്ര നാൾ ഇവിടുന്ന് എങ്ങോട്ട്? ഒന്നും മനസ്സിലേക്ക് വരുന്നില്ല എനിക്ക്. 5 വയസ്സ് വരെ അനാഥാലയത്തിൽ, അത് കഴിഞ്ഞുള്ള ജീവിതം അമ്മ തന്ന ഔദാര്യം. പിന്നെ വിവാഹം, വിവാഹശേഷമുള്ള ജീവിതം സുന്ദരിയുടെ ഔദാര്യം. ഇപ്പൊ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെയും സുന്ദരിയുടെയും ശ്രീകാന്തിന്റെയും അങ്ങനെ പലരുടെയും ഔദാര്യം. മൊത്തത്തിൽ എന്റെ ജീവിതമേ പലരായി എനിക്ക് തന്ന ഭിക്ഷയാണമ്മ. നിന്റെന്നല്ല, ഈ ഭൂമിയിൽ ഓരോരുത്തരുടെയും ജീവിതം മറ്റൊരാൾ കാണിക്കുന്ന അനുകമ്പയും ഭിക്ഷയും ഒക്കെ തന്നെയാ. എനിക്ക് വല്ലാതെ മടുക്കുന്നമ്മ. നമുക്കിവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയാലോ? തൽക്കാലം നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. ഇവിടെ ആവുമ്പോ 4 ചുറ്റും ആൾക്കാരുണ്ട്. മറ്റൊരിടത്ത് ചെന്ന് നീയും ഞാനും കുഞ്ഞും മാത്രമായി പോയാ എപ്പോഴും ചിന്തിക്കാൻ ഒരൊറ്റ കാര്യമേ ഉണ്ടാവൂ. അത് വേണ്ട മോളെ. എല്ലാവരും ചേർന്ന് മോളുടെ നൂലുകെട്ടിനും പേരിടിയിലിനും സമയമൊക്കെ നോക്കി വെച്ചിരിക്കുക. അതുവരെ നമ്മൾ ഇവിടെ ഉണ്ടാവണം. ഓ കരയല്ലേ കരയല്ലേ കരയല്ലേ. എന്താടാ ചക്കര നോക്കുന്നേ? എന്റെ മോളുടെ ദിവസാ. എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നേ? അയ്യോ കരയല്ലേ കരയല്ലേ കരയല്ലേ. വിനീതേ, ഒരുക്കങ്ങളെല്ലാം റെഡിയല്ലേ? ആ, എല്ലാം ഓക്കെ ആണെന്നാ തോന്നലേ ഉള്ളൂ. ആ, ഓക്കെ ആണ്. അത് മതി. എന്താ മോളിസേ, കുളിരുന്നോ? അമ്മ ഡയപ്പർ മാറ്റി തരട്ടെ. ഡയപ്പർ മാറ്റി തരാട്ടോ. പിന്നെ എന്റെ വാവയ്ക്ക് കുളിരില്ല കേട്ടോ. നിക്ക് 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 നിക്ക്. ഇപ്പൊ മാറ്റി തരാട്ടോ. മോളിന്റെ തൊട്ടില് കണ്ടോ? അമ്മയെ അലങ്കരിച്ചത്. എന്റെ മോക്കയുടെ അപ്പൂപ്പനുണ്ട്, അമ്മുമ്മയുണ്ട്, അങ്കിളുണ്ട്, കുഞ്ഞമ്മയുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. എന്റെ മോക്ക് ഒരു കുറവും വരാതെ ഈ അമ്മ നോക്കിക്കൊള്ളാവേ. അയ്യോ
മോളു ദേ ഇങ്ങോട്ട് നോക്കിയേ. സുന്ദരി ഇപ്പൊ എന്താ പറഞ്ഞത്? ഇങ്ങോട്ട് നോക്കിയെന്ന്. അതല്ല, അതിനു മുന്നേ പറ സുന്ദരി. അത് മോക്ക അപ്പൂപ്പനും അമ്മമ്മയും അങ്ങനെ എല്ലാവരും ഉണ്ടെന്ന് പറയുമായിരുന്നു. അതല്ല, വേറൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ. അത് വേറൊന്നുമല്ല മാഡം. മാഡത്തിന്റെ കുഞ്ഞെന്ന് പറയുമ്പോ അത് എന്റെ കുഞ്ഞിനെ പോലെയല്ലേ? അച്ഛമ്മ മാലിന്യൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ. അടുക്കളയിൽ കയറി ചൂട് തട്ടാതെ രണ്ടുപേരും അവിടെ ഇരിക്കുന്നുണ്ടാവും. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. അത് വേണ്ട, നമുക്ക് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. എന്നാലും അത് ശരിയല്ലല്ലോ. ഞാനിപ്പോ വരാവേ. അതൊന്ന് നോക്കട്ടെ മോളെ. ഇത് കൊള്ളാലോ. നീ ഇവിടെ ഇങ്ങനെ ഫോൺ നോക്കിയിരുന്നോ? കൂട്ടിനച്ഛമ്മേ, അമ്മയ്ക്ക് അടുക്കളയിലേക്ക് വന്ന് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നൂടെ? ഇത്രയും പേർക്ക് ഒരുമിച്ചുണ്ടാക്കാനുള്ളതാ. ഉപ്പും മുളകും ഒക്കെ കൂടുതലോ കുറവോ നോക്കാൻ ഒന്ന് അവിടെ വന്ന് നിന്നാലെന്താ? വല്ലവരുടെയും കൊച്ചിന്റെ നൂലുകെട്ടിനെ സദ്യ ഒരുക്കലല്ല എന്റെ പണി. നിനക്ക് നിന്റെ ആങ്ങളയുടെ കൊച്ചായിരിക്കും വലുത്. ചെന്ന് സദ്യ ഒരുക്കും. പിന്നെ അമ്മ എന്നെ നോക്കി പേടിപ്പിക്കണ്ട. എന്റെ ഉള്ള ദേഷ്യമൊന്നും മാറിയിട്ടില്ല. അമ്മ പോ നോക്ക്. അവള് ഭരിക്കാൻ വന്നിരിക്കുന്നു. എവിടെ വിളിക്കാൻ പോയ കക്ഷികൾ വന്നില്ലേ? ഞാൻ പറഞ്ഞത് തന്നെയാ കാര്യം. രണ്ടുപേർക്കും അടുക്കളയിൽ കയറി ചൂട് കൊള്ളാൻ വയ്യ. അതിനുള്ള ഉടായിപ്പ് ന്യായങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക അവിടെ. വേണ്ട ശ്രീദേവി, അവരവിടെ ഇരുന്നോട്ടെ. മോളെ ഇങ്ങ് കൊണ്ടുവന്നോ? പ്രായമായ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ വഴക്ക് കേട്ടേനെ. നൂലുകെട്ട് പോലും കഴിയാത്ത കുഞ്ഞിനെ അടുപ്പിന്റെ ചോട്ടി കൊണ്ടുവരാൻ പാടില്ലെന്നാ. കുഞ്ഞിന് വിയർക്കുന്നുണ്ടല്ലോ മോളെ. ഒന്ന് പുറത്തിറങ്ങി നിൽക്കും മോളെയും കൊണ്ട്. അല്ലെങ്കിൽ ഏതേലും ഫാനിന്റെ ചോട്ടിച്ച് നിരിക്കിച്ചല്ലേ. എന്തുപറ്റി സുന്ദരി, മുഖത്തൊരു വല്ലായ്മ പോലെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് വേറൊന്നുമില്ല. ഞാൻ മോളെ കളിപ്പിച്ചപ്പോ സ്വയം അമ്മയെന്ന് പറഞ്ഞു പോയി. എന്റെ മോളെന്ന രീതിയിൽ ഞാൻ സംസാരിച്ചത് വൈഗ മാഡത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അതിലിപ്പോ ഇത്ര ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ ഉള്ളത്? മാസം തികയുന്നത് വരെ ചുമന്നെന്നും പ്രസവിച്ചു എന്നും ഉള്ളത് ഒഴിച്ചാൽ ആ കുഞ്ഞിന്റെ അമ്മയായിരിക്കാനുള്ള എല്ലാ യോഗ്യതയും നിനക്കുണ്ട് സുന്ദരി. മാഡം അങ്ങനെയൊക്കെ പറഞ്ഞാലും സത്യം അതല്ലല്ലോ സുന്ദരി. അമ്മ എന്നും പെറ്റമ്മ തന്നെയാ. അതുകൊണ്ട് നിനക്കെന്തെങ്കിലും ഒരു കുറവുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അമ്മയല്ല, അമ്മയെ പോലൊരമ്മ. അത്രയും മതി, അത്രേ ആകാവൂ. പറഞ്ഞത് രണ്ട് രീതിയിലാണെങ്കിലും ഞാനും ഒരു അമ്മയെ പോലെയാണെന്ന് രണ്ടുപേരും സമ്മതിക്കുന്നുണ്ട്. ഇത് വൈഗ മാഡത്തിന്റെ വായിന്ന് കേട്ടിരുന്നെങ്കിൽ എനിക്ക് എന്ത് സന്തോഷാവൂന്നറിയോ? എന്തൊക്കെ പറഞ്ഞാലും ഒരു പൊസസീവ്നെസ് കാണുമല്ലോ മോളെ.
അതിന് മാറ്റാൻ പറ്റില്ലല്ലോ.